ഹലോ ജിജേഷേ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട് സാർ. നമ്മുടെ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ? തീർച്ചയായിട്ടും. നമ്മുടെ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ എന്ന ഭാഗത്താണ്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർഗാനിക് വളങ്ങളും അത് കൂടാതെ ഈ ഗ്രോ ബാഗ് ടാർപോളിനുള്ള പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കമ്പനി ലൊക്കേറ്റഡ് ആയിരിക്കുന്ന ഓൾമോസ്റ്റ് 15 years ആയിട്ട് നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ലാസ്റ്റ് 3 years ആയിട്ട് നമ്മൾ ഈ ടാർപോളിൻ അതുകൂടാതെ ഗ്രോ ബാഗ്, റെയിൻ പോഞ്ചോ അങ്ങനെ പലതരം പ്രോഡക്ട്സ് ലാസ്റ്റ് 3 ആയിട്ട് നമ്മൾ ഈ പാലക്കാടിന് അനവധി ജില്ലകളിൽ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരളം മുഴുവൻ നമ്മൾ സപ്ലൈ ഉണ്ടല്ലേ? ഓൾമോസ്റ്റ് കേരളം സപ്ലൈ ചെയ്യുന്നുണ്ട്, പിന്നെ തമിഴ്നാട്, പിന്നെ കർണാടക, ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാ പ്രോഡക്റ്റും ഫുൾ ആൻഡ് ഫുള്ളി ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ടാർപോളിൻ സെക്ഷൻ അടുത്തതായി കാണാൻ പോകുന്നത് ഇത് നമ്മുടെ ടാർപോളിനിലെ മാർക്കറ്റിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന 6x6 മുതൽ 30x30 വരെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ബ്രാൻഡ് നെയിം വരുന്നത് റയോൺസ് എന്നാണ്. 100 GSM 120 GSM ആണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഇവിടുത്തെ പരിസരത്തുള്ള ഹാർഡ്വെയർ ഷോപ്പും അങ്ങനെ മറ്റ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സിൻ്റെ എല്ലാം ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാലക്കാട് മാത്രമല്ലാതെ തൃശ്ശൂരും എറണാകുളവും പല സ്ഥലത്തും നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ. ഇത് കൂടാതെ നമ്മൾ പോണ്ട് ലൈനർ കൂടെ ചെയ്യുന്നുണ്ട്. പോണ്ട് ലൈനർ എന്ന് പറയുമ്പോൾ മീൻ വളർത്താനും അങ്ങനെ മറ്റ് പല ആവശ്യങ്ങൾക്കായി വലിയ ബാഗുകൾ ആവശ്യപ്പെടാറുണ്ട്. അത് ടാർപോളിനിലെ 300 മൈക്രോൺ 500 മൈക്രോണിലെ. അപ്പോൾ കസ്റ്റമർ ഏത് സൈസാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടാറ് ആ സൈസ് കസ്റ്റമൈസ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ 300-500 മൈക്രോണൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈഫ് 4 to 5 years മുകളിൽ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലായും എത്ര വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ പോലും ഒരു ലീക്കേജോ കാര്യങ്ങളോ ഇല്ലാത്ത 100% വെർജിൻ വിത്ത് ISA അപ്രൂവ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ പോണ്ട് ലൈനറും മറ്റ് പല പർപ്പസിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് അഗ്രോഷൈനറ്റാണ്. നമുക്ക് കൺസ്ട്രക്ഷനും പിന്നെ കൾട്ടിവേഷൻ പർപ്പസിനും എല്ലാത്തിനും യൂസ് ചെയ്യുന്ന അഗ്രോഷൈനറ്റ് നമ്മൾ ഫുൾ ആൻഡ് ഫുള്ളി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് 1.5 മീറ്റർ 3 മീറ്റർ 6 മീറ്റർ എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിത് വിറ്റ് വരുന്നത് 50 മീറ്റർ 100 മീറ്റർ 200 മീറ്റർ ഏത് സൈസാണെങ്കിൽ ചെയ്തു തരാൻ പറ്റും. അത് കൂടാതെ നമ്മളിത് ഫുൾ ആൻഡ് ഫുള്ളി ബൾക്ക് ഓർഡേഴ്സ് മാത്രമേ ചെയ്യുന്നത്. ഒരു ബണ്ടിലിൽ നമുക്ക് ഓൾമോസ്റ്റ് 10 pieces ഉണ്ടാവും. ഇതുപോലെ മിനിമം ഒരു 5 bundles എങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസിന് നമ്മൾ ചെയ്തു തരാൻ പറ്റും. ഈ മെറ്റീരിയൽ കൂടാതെ നമുക്ക് 90%, 75%, 50% ഓൾമോസ്റ്റ് എല്ലാതരം പെർസെൻറ്റേജസും എല്ലാതരം സൈസസും നമ്മൾ ചെയ്യുന്നുണ്ട് കറൻ്റ്ലി. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് HDP ഗ്രോ ബാഗ്സ് ആണ്. HDP ഗ്രോ ബാഗ്സ് കറൻറ്റ്ലി നമുക്ക് 10 rupees തൊട്ട് അവൈലബിൾ ആണ്. ഇത് ഒരു ക്യൂട്ട് സൈസായ 6x6 സൈസാണ്. ഇത് നമുക്ക് വീട്ടിൽ ചെറിയ പ്ലാന്റ്സ് കാര്യങ്ങൾ വെക്കാനും അങ്ങനത്തെ പർപ്പസിന് ഈ സൈസ് ഉപയോഗിക്കും. നെക്സ്റ്റ് വരുന്നത് 9x9 ഉള്ള സൈസാണ്. ചെറിയ ചില്ലി അങ്ങനത്തെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വെക്കാനുള്ള സൈസാണ് ഇത് വരുന്നത്. ഇത് കഴിഞ്ഞ അടുത്ത സൈസ് വരുന്നത് 12x9. 12x9 എന്ന് പറയുന്നത് അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സ് കാര്യങ്ങൾ വെക്കാനും അങ്ങനത്തെ പർപ്പസിന് ഉപയോഗിക്കും. അതിൻ്റെ അടുത്തത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സൈസാണ് 12x12. ഈ 12x12 നമുക്ക് മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് ടൊമാറ്റോ, ചില്ലി അങ്ങനത്തെ അതുപോലത്തെ എല്ലാതരം പച്ചക്കറിയും എല്ലാ കസ്റ്റമേഴ്സ് ഇത് ഉപയോഗിക്കും. then ഇതിൻ്റെ അടുത്ത സൈസായിട്ട് വരുന്നത് 15x15. അത് ചെറിയ വാഴ അതുപോലത്തെ എല്ലാ തൈയും വയ്ക്കുന്നത് ഈ ഒരു ബാഗിലാണ്. ഇതും അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സൈസാണ്. ഇതിൻ്റെ അടുത്ത സൈസ് വരുന്നത് 18x18 ഉള്ള സൈസ് ഉണ്ട്. അതായത് ഈ ചെറിയ ചെറിയ മാവും തൈ അതുപോലത്തെ കാര്യങ്ങളും ഈ സൈസിൽ വയ്ക്കും. പിന്നെ അതുകൂടാതെ പിന്നെയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള വേറെ സൈസാണ് 24x24. ഇതും വലിയ ഒട്ടുമാവും തൈ അങ്ങനത്തെ വലിയ വലിയ ചെടികൾ വെക്കാനുള്ള പർപ്പസിനാണ് ഈ സൈസ് ഉപയോഗിക്കാറ്. ഇത് കൂടാതെ ഈ ചീര പോലുള്ള മെറ്റീരിയൽസ് വയ്ക്കാനും ഈ ഒരു 18x12 അത് ഡയ 18ഉം ഹൈറ്റ് 9ഉം 12ഉം അങ്ങനെ പല സൈസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതാണ് അങ്ങനത്തെ പ്ലാന്റ്സ് വെക്കാൻ കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം വരുന്നത് റയോൺസ് എന്നാണ്. എല്ലാവരും ഫുൾ ആൻഡ് ഫുള്ളി നമ്മൾ ഇവിടെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് ₹10 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ₹10 മുതൽ കസ്റ്റമർ ഏത് സൈസാണോ, എത്ര ചെറുതായാലും വലുതായാലും ബൾക്ക് ഓർഡറിൽ എത്ര പറയുന്നോ അത് സൈസ് നമുക്ക് ചെയ്തു തരാൻ കഴിയും. നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഫാബ്രിക് വരുന്നത് 200 GSM ആണ്. 200 GSM വെർജിൻ ക്വാളിറ്റി കൂടാതെ നമ്മൾ UV സ്റ്റെബിലൈസറും കൂടെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വെയിലത്തും മഴയത്തും വെച്ചാലും ഒരു കേടുപാടോ കാര്യങ്ങളൊന്നും സംഭവിക്കാറില്ല. അത് കൂടാതെ നമ്മൾ 200 GSM UV സ്റ്റെബിലൈസറും കൂടെ ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് 5 to 6 years നമുക്ക് ലാസ്റ്റ് ചെയ്യും. വെയിലത്തും മഴയത്തും എത്ര കാലം വെച്ചാലും യാതൊരു ബുദ്ധിമുട്ടും ഇതിന് വരില്ല. പിന്നെ ഈ ഒരു ഗ്രോ ബാഗ് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ മറ്റേ പോട്ടിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി മീൻസ് പോട്ട് ഒരെണ്ണം മേടിക്കണമെങ്കിൽ നമുക്ക് ഈ 3 ഗ്രോ ബാഗ് നമുക്ക് മേടിക്കാൻ കഴിയും. അതുകൂടാതെ പോട്ടിനെ വയ്ക്കുന്നതിനേക്കാളും ഇതിൻ്റെ റൂട്ട്സിന് നല്ലൊരു ബ്രീത്തിങ് കിട്ടും. സോ നമുക്കിപ്പോൾ എത്രത്തോളം പ്ലാന്റ്സ് വളരുന്നതോളം അതിൻ്റെ റൂട്ട്സിനും കൂടുതൽ സ്പെസിഫിക്കേഷൻ പ്രോപ്പർ വാട്ടർ കാര്യങ്ങൾ ഇൻടേക്ക് എടുക്കാനും ഈ ഗ്രോ ബാഗ് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഗ്രോ ബാഗുടെ മെറ്റീരിയൽ ക്വാളിറ്റി പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ക്വാളിറ്റി വരുന്നത്. നമ്മുടെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഫുൾ ആൻഡ് ഫുള്ളി ഡബിൾ സ്റ്റിച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സൈഡിലാണെങ്കിൽ ശരി, ഡയൻ്റെ അവിടെ ആണെങ്കിൽ ശരി, ഫുൾ ആൻഡ് ഫുള്ളി ഡബിൾ സ്റ്റിച്ചിങ് ആയിരിക്കും. സോ നമുക്ക് എത്ര വെയിറ്റ് വന്നാലും പെട്ടെന്ന് കീറിപ്പോവുകയോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. മാർക്കറ്റ് ക്വാളിറ്റിയേക്കാളും എത്രത്തോളം മുൻപടിയിലായിരിക്കും നമ്മുടെ ഈ മെറ്റീരിയൽ വരുന്നത്. സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതുകൂടാതെ നമുക്ക് ഇവിടെ താഴെ ഡ്രെയിനേജ് ഹോളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് ഇതിലൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമായിരിക്കും ബാഗിനകത്ത് ഉണ്ടാകുക. ബാക്കി എക്സസ് ആയിട്ടുള്ള വരുന്ന എല്ലാ വെള്ളം ഇതിലൂടെ പുറത്തു പോയി ഒരു പ്രോപ്പർ ഒരു വളർച്ച ഉണ്ടാകും പ്ലാന്റ്സിന്. നമ്മൾ ഈ ഗ്രോ ബാഗ്സിൽ ബാഗ് മാത്രമല്ലാതെ ഈ വളങ്ങൾ കാര്യങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സോയിൽ പ്ലസ് ഫെർട്ടിലൈസർ പറയുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുകൂടി, ചകിരിച്ചോറ്, അങ്ങനെ ഒരുപാട് എല്ലാതരം ജൈവവളങ്ങളും അത് കൂടാതെ 5 type ഓഫ് പ്ലാന്റ്സും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രോ ബാഗ് പോലെ തന്നെ നമ്മൾ HDP പോട്ടിൽ നമുക്ക് പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 12 inches ഹൈറ്റും 10 inches വിക്തുമാണ് ഡയ വരുന്നത്. അതുപോലെ പോട്ടി മിക്സ് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുകൂടി, ചകിരിച്ചോറ്, ഡോളമൈറ്റ് പോലെ പല ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 100% വെർജിൻ വിത്ത് UV സ്റ്റെബിലൈസർ ആയിരിക്കും. അപ്പോൾ ഗ്രോ ബാഗ് പോലെ തന്നെ ഇതും കൂടുതൽ ലൈഫ് ലാസ്റ്റ് ചെയ്യും. ഓൾമോസ്റ്റ് പറയാൻ പോലെ 4 to 5 years മുകളിൽ ഈ ഒരു HDP പോട്ടും നമുക്ക് ലൈഫ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ റെയിൻ പോഞ്ചോ വരുന്നത്. നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന റയോൺസ് എന്നാണ്. നമ്മൾ ഈ പോഞ്ചോ 50 GSM ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സീസണിൽ ധാരാളം താങ്ങുന്ന ഒരു മെറ്റീരിയലാണ്. അത് കൂടാതെ ഇത് പോഞ്ചോ മാത്രമല്ല, പോഞ്ചോ വിത്ത് പാൻസും കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് കളേഴ്സ് എന്ന് പറയുമ്പോൾ കറൻറ്റ്ലി 7 കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് യെല്ലോ, പിങ്ക്, റെഡ് ആൻഡ് വയലറ്റ്, അങ്ങനെ പലതരം കളേഴ്സിൽ നമുക്ക് നിലവിൽ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നോർമൽ പോഞ്ചോ മാത്രമല്ലാതെ ഈ PVC ടൈപ്പ് പോലെ കസ്റ്റമേഴ്സ് നമുക്ക് ചോദിക്കുന്ന ടൈപ്പാണ് PVC ടൈപ്പ്. ഇത് കുറച്ചും കൂടെ ലൈഫും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി രണ്ട് ടൈപ്പ് ഓഫ് യൂസേജ് ആണ്, 2 type ഓഫ് മെറ്റീരിയലാണ്. നമുക്ക് എല്ലാ സൈസും നമ്മൾ കറൻറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോർമൽ പോഞ്ചോ മാത്രമല്ലാതെ പോഞ്ചോ വിത്ത് പാൻസ് ചില കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഈ മഴക്കാലത്ത് ഈ പാൻസും കൂടെയുള്ള മെറ്റീരിയലും കൂടെ ഒന്ന് വേണം വേണ്ട. സോ നമ്മൾ പോഞ്ചോ വിത്ത് പാൻസും കൂടെ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ റെയിനി സീസൺ അടുത്താവാറായി. നമ്മൾ ഈ സീസണിൽ പ്രീ ബുക്കിംഗ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം സ്റ്റോക്ക് അല്ലാതെ നമുക്ക് ഗോഡൗണിൽ അനവധി സ്റ്റോക്ക് കൂടെ നമുക്ക് അവൈലബിൾ ആണ്. സോ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മളൊരു റീസണബിൾ പ്രൈസ് തീർച്ചയായിട്ടും കൊടുക്കുന്നതായിരിക്കും. അത് കൂടാതെ കേരളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ പോഞ്ചോ നമുക്ക് കൊടുക്കാൻ കഴിയും നിലവിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രീ ബുക്കിങ്ങിലൊക്കെ ഇപ്പോൾ മിനിമം എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും? മിനിമം നമുക്കൊരു ബാഗിൽ 250 പീസാണ് വരുന്നത്. സോ നമുക്ക് എത്ര ബാഗ്സ് വേണമെങ്കിലും നമുക്ക് തീർച്ചയായും കൊടുക്കാൻ പറ്റും. 1000, 2000 എത്ര പീസസ് ചോദിക്കുന്നോ അത്രയും പീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മിനിമം 250 എടുക്കേണ്ടി വരും. മിനിമം ഒരു ബാഗിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റേറ്റിന് ചെയ്തു തരാൻ പറ്റും. റീറ്റെയിൽ പ്രൈസ് ഒക്കെ എങ്ങനെ വരിക? റീറ്റെയിൽ പ്രൈസ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ 100 rupees ആണ്. നമുക്ക് ഒരു ബാഗ് കൂടുതൽ എടുക്കുമ്പോൾ നല്ലൊരു പ്രൈസിന് നമുക്ക് ചെയ്തു തരാൻ പറ്റും. കസ്റ്റമേഴ്സിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൈസിന് നമുക്ക് ഈ പോഞ്ചോസ് നമുക്ക് തരാൻ കഴിയും. നമുക്കിവിടെ 10,000 square feet വരുന്ന ഒരു ഫെർട്ടിലൈസർ ഗോഡൗൺ ആണിത്. ഇത് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുകൂടി, ചകിരിച്ചോറ് അങ്ങനത്തെ 15+ പ്രോഡക്റ്റ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ആംഫൈഡ് എന്നാണ്. നമുക്ക് ഈ ബാഗ് വരുന്നത് ഫുൾ ആൻഡ് ഫുള്ളി 50 kilo ബാഗ്സ് ആണ്. 50 kilo ബാഗ്സിൽ ഇത് ബോൺ മീലിൻ്റെ ഒരു ബാഗാണ് വരുന്നത്. അതുകൂടാതെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുകൂടി ഇങ്ങനത്തെ എല്ലാതരം ഫെർട്ടിലൈസർ 50 kilo ബാഗ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മളത് ഫുൾ ആൻഡ് ഫുള്ളി നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് നമുക്ക് ചെയ്തു തരാൻ പറ്റും.
അത് ക്വാളിറ്റി 100% നമ്മളെ കൊണ്ട് എൻഷുർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ഫുൾ ആൻഡ് ഫുള്ളി ഇത് ഹോൾസെയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പലതരം ഡീലേഴ്സ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്ത് പോകാറാണ് ചെയ്യാറ്. നമുക്ക് വരുന്ന എല്ലാം മോർ ദാൻ 1000 kg 2000 kg 3000 kg അങ്ങനത്തെ ഫുൾ ആൻഡ് ഫുള്ളി ബൾക്ക് ഓർഡേഴ്സ് മാത്രമാണ് കറൻറ്റ്ലി നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏതൊരു കസ്റ്റമറും ഡയറക്റ്റായി ബൾക്കായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൈസ് അറ്റ് ദ ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് തീർച്ചയായും ചെയ്തു തരാൻ പറ്റും. ഇതൊരു നമ്മൾ ഗ്യാരണ്ടി. അടുത്തതായി കാണാൻ പോകുന്നത് നമ്മുടെ ആംഫഡ് ബ്രാൻഡിൻ്റെ നീം കേക്ക് മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ആ മാനുഫാക്ചറിങ് യൂണിറ്റിലെ റോ മെറ്റീരിയൽസ് നമ്മൾ ഈ കാണുന്നത്. നീം കേക്ക് ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ നീം സീഡാണ്. ഈ നീം സീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കർണാടക തമിഴ്നാട് നിന്നും ഫാർമേഴ്സിൻ്റെ ഡയറക്റ്റായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് 100% വെർജിൻ ക്വാളിറ്റി വിത്ത് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പടക്കം നമ്മൾ വെച്ചിട്ടാണ് നമ്മളത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ നമ്മൾ ഓരോ 3 months കൂടുമ്പോൾ ഈ നീം സീഡും നീം കേക്കും നമ്മൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലാബിൽ നിന്നും ടെസ്റ്റ് ചെയ്ത് 100% ക്വാളിറ്റി എൻഷുർ ആയിട്ട് മാത്രമേ നമ്മൾ എല്ലായിടത്തും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കേരള, തമിഴ്നാട്, കർണാടക ഓൾമോസ്റ്റ് നമ്മൾ എല്ലായിടത്തും ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫെർട്ടിലൈസറിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് പറയാൻ പോയാൽ 15 years+ ആയിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡ് നമ്മളുണ്ട്. ഈ ഒരു നീം സീഡും മറ്റ് ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ. ഇതാണ് നമ്മുടെ നീം കേക്കിൻ്റെ മേക്കിംഗ് മെഷീൻ. നമ്മുടെ നീം കേക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെടികളുടെ നല്ലൊരു ഗ്രോത്തും അതുകൂടാതെ പെസ്റ്റിൽ നിന്ന് കൺട്രോൾ ചെയ്യാനും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഫാർമേഴ്സ് ഡയറക്റ്റ്ലി വന്നിട്ട് ഇവിടെ നമുക്ക് സാധനം എടുത്തിട്ട് പോകുന്നത്. എത്ര 1000 kilo ആണോ 10,000 kilo എത്ര കിലോ ആണെങ്കിലും നമ്മൾ 100% വെർജിൻ ക്വാളിറ്റി നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നീം കേക്ക് മാർക്കറ്റിങ്ങിലെ വേറെ നീം കേക്ക് ഉപയോഗിക്കുന്നത് നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. കാരണം മാർക്കറ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു 100 kg ഇടുന്ന സാധനത്ത് നമ്മുടെ നീം കേക്ക് വെറും 60 kg ഇട്ടാൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കാണാൻ കഴിയും. നമ്മുടെ കമ്പനി ലൊക്കേറ്റഡ് ആയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ ഭാഗത്താണ്. നമ്മുടെ പ്രോഡക്റ്റ് ആയ ഗ്രോ ബാഗ്, ടാർപോളിൻ, റെയിൻ കോട്ട്സ് അതുകൂടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഏതാണെങ്കിലും താഴെക്കാരൻ്റെ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന ബെസ്റ്റ് പ്രൈസ് നമുക്ക് ചെയ്തു തരാൻ പറ്റും. എനിവേ താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.